ഇടിക്കല്. ഇന്നലെ മോളിൽ വെച്ച് കണ്ട ആളല്ലേ? ഇന്നലെ അവന്റെ കൂടെ മാളിലുണ്ടായിരുന്ന ആളല്ലേ? ഇന്നലെ അവനുണ്ടാക്കി വെച്ച പുകില് സോൾവ് ചെയ്യാൻ പോയപ്പോ ടൈം പീസിന് കയറിയിട്ടായത്. അയാളെവിടെ? എവിടെയാന്ന് എനിക്ക് അറിയേയില്ല, ഇങ്ങോട്ട് അറിയാൻ വേണ്ട. ഗുഡ് ബൈ. ഹായ്. ഹായ്. വാവ്, ആളാകെ മാറിപ്പോയല്ലോ. പക്ഷേ ഞാൻ ഹാപ്പി ആയപ്പോ നീ മൂടിയായല്ലോ. ഹോ, ഇന്നലത്തെ ദിവസം കണ്ടില്ലേ എൻ്റെ കൂടെ വന്ന ആ മഹാൻ. എവിടെ എന്താ പറയണ്ടേന്നറിയില്ല. നിന്നെ അവന് ഒരുപാട് വിഷമിപ്പിച്ചു അല്ലേ? നിനക്ക് തെറ്റിയതാ നിമ്മ. ഇന്നലെ ആര്യനെ വീണ്ടും ഹോസ്പിറ്റലിൽ കാണാൻ വന്നിരുന്നു. ഹോസ്പിറ്റലില്? ഇവിടെ വരാണ്ട് എന്തോ എനിക്ക് പോവാൻ തോന്നിയില്ല. താൻ എന്നോട് ചൂടാവരുതട്ടാ, സോറി. വാ ഇരിക്കെ. റോഷന്റെ കസിൻ വിളിച്ചിരുന്നു. അവിടെ ഉണ്ടായ പുകലൊക്കെ പറഞ്ഞു. എന്ത്? ഏകദേശം രൂപം പറഞ്ഞപ്പോ എനിക്ക് ആളെ പിടികിട്ടി. അങ്ങനെയൊന്നുമില്ല. എന്തായാലും കല്യാണം മുടങ്ങി. തിരിച്ചു സെറ്റ് ആവാനുള്ള പ്ലാനാണോ? ഞാനോ? ഇനിയോ? എടാ, താൻ പ്രേമിച്ചോ? താൻ തനിക്ക് ലൈഫിൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. താൻ ഈ ലോകം കാണും. പക്ഷെ അതിനുവേണ്ടി ഒന്നും വേണ്ടാന്ന് വെക്കരുത്. ഫാമിലി അത് വേണം. അത് ഞാൻ ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ ചിലപ്പോൾ എൻ്റെ വില മനസ്സിലാവും. താൻ കിടന്നു, ഞാൻ വെറുതെ ഫിലോസഫിക്ക് പറഞ്ഞ് തന്നെ ബോറടിപ്പിച്ച്. ഓക്കെ എന്നാ. നിമ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിമയെ കുറിച്ച് ആർക്ക് എന്തറിയാം? എന്നെ അറിയും പോലെ എനിക്കറിയാം. ആ നിമയെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. പോട്ടെ. ഒരു ഹെൽപ്പ് ചെയ്യോ? ഇത് തന്നെ അയാൾക്ക് കൊടുത്താൽ മതി. അവന് വട്ട, വേറെ പണിയൊന്നുമില്ല. വെറുതെ ജീവിതം ഫേസ് ചെയ്യാതെ ഹാപ്പി ഹാപ്പി എന്ന് പറഞ്ഞ് നടക്കുക. ലൈഫില് സന്തോഷിക്കുന്ന ഒരു തെറ്റാണ് നിമ്മ. ശരി സോന, ഞാൻ വൈകിട്ട് വിളിക്കാം. നിമ, ഇങ്ങനെ ഒരാളെ ലൈഫിൽ മിസ് ചെയ്യരുത്. ഞാനിതൊന്ന് കഴിച്ചോട്ടെ. ഇന്ന് ക്രിസ്മസ് ആയിട്ട് വേറെ കടയൊന്നുമില്ല. പ്ലീസ് ഒന്ന് പറയൂ. ഇവിടെ കുറച്ച് ചോറ് കൂടി. ചോറ് ഹാരി എന്ന് തന്നെയല്ലേ അയാളുടെ പേര്? അങ്ങനെ എന്തോ ആണ്. നമ്മള് കൊച്ചിയിൽ എല്ലാവരും മച്ചാന്മാരെന്നല്ല വിളിക്കാറ്, അതുകൊണ്ട് ഞാനും മച്ചാന്നാ വിളിക്കാറ്. എവിടെയാ സ്ഥലം? സ്ഥലം ഞാൻ വയനാട്, ഇപ്പൊ കൊച്ചിയിൽ. തന്റെ അല്ല, ഹാരിയുടെ. ഹാരിയുടെ അവൻ എനിക്ക് തോന്നുന്നു പാലക്കാട് എവിടെയാണ്. ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എടുക്കുന്ന ഒരു വിജയരാജ മാഷ്. ആ സീറ്റ് ഒന്നും പിടിക്കാൻ പാടില്ലായിരുന്നു. സോറി. ആളത്ര പ്രശ്നക്കാരൊന്നുമല്ല. എഞ്ചിനീയറിംഗ് എങ്ങാണ്ടാ പഠിച്ചതെന്നാ പറഞ്ഞു. പിന്നെ ഇപ്പൊ പ്രതിമ ഉണ്ടാകലും എഴുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു തണ്ടലാണ് പണി. ഇവിടെ കൊച്ചിയിൽ വരുമ്പോ എന്റെ അടുത്ത് വരും. ഇത്തവണ വന്നിരിക്കുന്നത് ഭയങ്കര കോമഡിയാ. മുമ്പ് ഊട്ടിയിൽ വെച്ചിട്ട് ഏതോ ഒരു പെണ്ണ് നൈസായിട്ട് അങ്ങ് തേച്ചു. അപ്പൊ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ആ പെണ്ണിനെ തപ്പി നടപ്പാ. ഊട്ടിയിലെ ഏതൊക്കെയോ പഴയ സ്കൂളുകളിലൊക്കെ തെണ്ടി കിടന്ന് കുറെ അഡ്രസ്സൊക്കെ ഒപ്പിച്ച് ഇപ്പൊ ഇന്ത്യ മൊത്തം തേടി കിടക്കുന്നുണ്ട് ആ പെണ്ണിന് വേണ്ടി. അവള് നല്ല പറ്റിക്കലാ പറ്റിച്ചത്. എന്തായാലും അളിയനെ അസ്ഥിക്ക് പിടിച്ചിട്ടുണ്ട്. വീടിന്റെ കാര്യം എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോഴൊക്കെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിയാറാണ് പതിവ്. പിന്നെ ഞാനും വിട്ടു. അയാളെ എവിടെ ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കാൻ പോലെ ചൈനയിലോ യൂറോപ്പിലോ കാണും. അവൻ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല കഴിവൊക്കെ ഉള്ള ഒരു തന്നെയല്ലേ. വെറുതെ ആ പെണ്ണിനെ തപ്പി ഇതിൽ നടന്ന് ജീവിതം കളയേണ്ട വല്ല കാര്യമുണ്ടോ? അവനും എല്ലായിടത്തും പോയി രക്ഷപ്പെടാവുന്നല്ലേ ഉള്ളൂ. വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ചേട്ടാ. ചോറ് കൂടുതലൊന്നും എനിക്കറിയില്ല. ചിലപ്പോ പാലക്കാട് അന്വേഷിച്ച് അറിയാൻ പറ്റും. പാലക്കാട്. അപ്പൊ ശരി, ബൈ, കാണാം. താങ്ക്സ്. അസി, ഹാരി തപ്പി നടക്കുന്ന ആ പെണ്ണില്ലേ,
അത് ഞാൻ